ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്ന് അണിഞ്ഞൊരുങ്ങിയൊക്കെ പോകുന്നത് വേറെ എന്തിനുമല്ല വിഷു ഷൂട്ടിന് വേണ്ടിയാണ്. അപ്പോൾ വിഷു ഒക്കെ അല്ലേ, അപ്പോൾ അതിന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണോ ഇന്നത്തെ ഷൂട്ടിന് വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ തലോലപ്പറമ്പിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫറിൻ്റെ വീടുള്ളത്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു അവിടെ വാ, നമുക്ക് അടിപൊളി സ്ഥലമുണ്ട്, അവിടെ പോയി നമുക്ക് ഷൂട്ട് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വൈറ്റ് ലൈനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. വൈറ്റ് ലൈനിൽ നിന്ന് ഒരു 1 അവർ ജേർണി കേട്ടോ നമ്മൾ ഈ ഒരു സ്ഥലത്തേക്കുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ എൻഡ് ആകുമ്പോഴത്തേക്കും ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് നമ്മൾ ഈ ഒരു ഫോട്ടോ സെഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം നല്ല മഴക്കാറുണ്ടായിരുന്നു. ഞാനൊരു 3:30 ഒക്കെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ മഴക്കാറുള്ളത് കൊണ്ട് നമുക്ക് ഹറി ബറി ഒരു ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു. മഴ പെയ്താൽ നമുക്ക് പണി കിട്ടുമല്ലോ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു വേഗം നീ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ കണിക്കൊന്നയൊക്കെ ആ ചേട്ടൻ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല ബാക്ക്ഗ്രൗണ്ട്, നല്ല സ്കൈ ഒക്കെ വന്നിട്ട് നല്ല പച്ചപ്പായിട്ട് ഈ ട്രഡീഷണൽ ലുക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് സാരി, ധാവണി അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. ഞാൻ ഈ ഒരു ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു ഈ ഒരു സ്ഥലം ഏതാന്നുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത് തലയോലപ്പറമ്പിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ലൊക്കേഷനൊക്കെ വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ ഷെയർ ചെയ്തു തരാം. അപ്പം ഞാൻ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ വേഗം അച്ഛനോട് പറഞ്ഞു വേഗം വേഗം എടുത്തോ, നമുക്ക് ടൈമില്ല അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ റീൽസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ നടന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ബാസ്ക്കറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കണിക്കൊന്ന അതിനകത്ത് ഇട്ടിട്ടൊക്കെ കുറച്ച് റീൽസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ നമ്മൾ ആ സ്ഥലം വിട്ടിട്ട് ഇത് നെൽപ്പാടമാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് പോയപ്പോൾ പക്ഷേ ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം കാല് നമുക്കിങ്ങനെ കുഴിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ മേക്കപ്പൊക്കെ ഞാൻ നോക്കുവാണ് കേട്ടോ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു. അതേപോലെ തന്നെ ഫുൾ നല്ലപോലെയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ബാസ്ക്കറ്റായിട്ട് കുറച്ച് അങ്ങോട്ട് ഏറെ നടന്നുപോയി. അതിൻ്റെ ഇവിടെ വന്നിട്ടാണ് കേട്ടോ നമ്മൾ ഫോട്ടോസ് പിന്നെ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അധികം. പക്ഷേ കുറച്ച് ഇറങ്ങിയിട്ടിട്ടാണ് കണ്ടോ, ഇത്ര മാത്രമേ ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും റീൽസൊക്കെ എടുത്തു. ഞാനൊരു റീൽസിൻ്റെ ഒരു സോങ് കൊണ്ടുവന്നിട്ട് അതേപോലെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ഷൂട്ടായിരുന്നു. പെട്ടെന്നൊരു ഹറി ബറിയിട്ടൊരു ഷൂട്ടായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ ചെറിയൊരു ഷൂട്ടായിരുന്നു. അപ്പോൾ നമുക്ക് അന്നെടുത്ത ഫോട്ടോസൊക്കെ കണ്ടു നോക്കിയാലോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏത് ഫോട്ടോസാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് എൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.